എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അടുത്ത ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ അതിലും കൂടുതൽ സമയത്തേക്ക് നടക്കുന്ന ഏതൊരു എക്സാമിലും ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പ് വരുന്ന ഒരു ടോപ്പിക്കാണ് നൽകുന്നത്. കേരള ബജറ്റ് 2026-27 അതേപോലെ തന്നെ കേരളത്തിന്റെ 16ാമത് നിയമസഭയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ക്ലാസ് ചിലപ്പോൾ നിങ്ങൾ PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിരിക്കാം. ഇപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നടക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ബെവ്കോ LDC വരുന്നുണ്ട്, അതല്ലെങ്കിൽ 10th ലെവൽ പ്രിലിംസ് ഉണ്ട്, LDC വരാനുണ്ട്. ഇങ്ങനെ ഈ എക്സാമുകൾക്കായിരിക്കാം. അതല്ല എങ്കിൽ ഇപ്പൊ 2026 ജൂൺ 30 ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലെ. അതിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട്. കുറേ നാളായിട്ട് ടൈപ്പിസ്റ്റ് ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പൊ ആ എക്സാമിലും ഉണ്ട് GK ആൻഡ് കറന്റ് അഫയേഴ്സ്. ഇങ്ങനെ നിങ്ങൾ ഏത് എക്സാം എടുത്തോളൂ അതിലെല്ലാത്തിലും ഈ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം വരും. അല്ല, നിങ്ങൾ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന് പരിശീലനം നടത്തുന്ന കുട്ടികളാണ്, നിങ്ങൾ CSEBയുടെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എക്സാമാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ജൂനിയർ ക്ലർക്ക് എക്സാമാണ് എഴുതുന്നത്, അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികളാണ്. ഏതൊരു എക്സാമിന് വേണ്ടി പഠിക്കുമ്പോഴും GKയും കറന്റ് അഫയേഴ്സും അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേരള ബജറ്റ് 2026-27 അതേപോലെ തന്നെ കേരളത്തിന്റെ 16ാമത് നിയമസഭയും. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. ഒന്ന്, ജൂൺ 30 2026 വന്ന നോട്ടിഫിക്കേഷനിലുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് ദേവിക പ്ലസ് പോയിന്റ് സ്പെഷ്യൽ കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ കാലങ്ങളായിട്ട് സഹകരണ മേഖലയിൽ ധാരാളം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ജോലികളിലൊക്കെ ധാരാളം 1ാം റാങ്കോട് കൂടി കുട്ടികൾ ജോലിക്ക് കയറിയിട്ടുള്ള സ്ഥാപനമാണ്. ജൂനിയർ ക്ലർക്കിൽ അനവധി കുട്ടികൾ ജോലിക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്നുള്ള എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. അപ്പൊ ആരംഭിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നത് കേരള PSC നടത്തുന്ന കോഴ്സുകൾ ഉണ്ടോ എന്നാണ്. ഞാൻ ഒരുപാട് കാലം PSC പഠിപ്പിച്ചതുകൊണ്ടും നമ്മൾ PSC വഴിയാണ് ജോലിക്ക് കയറിയത് എന്നുള്ളത് കൊണ്ടും PSCയിലെ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ദേവിക പ്ലസ് പോയിന്റ് എന്ന യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങുന്നത്. ആ കൊറോണ സമയത്ത് എനിക്ക് സയൻസ് ക്ലാസ്സുകളും കോൺസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ സുപ്രധാന നിയമങ്ങളൊക്കെ എടുത്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC, 10th ലെവൽ പ്രിലിംസ് ഇതെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു 50 ദിവസത്തെ ഫ്രീ ക്ലാസ് ടെലിഗ്രാം വഴി നൽകുന്നു. 50 ഹോട്ട് ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. PSC പഠിക്കുന്ന കുട്ടികൾക്കറിയാം, സിലബസ് എപ്പോഴും വൈഡ് ആയിരിക്കും. ആ സിലബസ് മുഴുവൻ ചുരുങ്ങിയ സമയം കൊണ്ട് കവർ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലെ. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 50 ടോപ്പിക്സ്, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള 50+ പോയിന്റ്സ്. അറിയാലോ, നമ്മുടെ സ്ഥാപനവും പ്ലസ് പോയിന്റ് ആണ്, നിങ്ങൾക്ക് നമ്മൾ തരാൻ പോകുന്നതും പ്ലസ് പോയിന്റ്സ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും അതിലുണ്ടാവുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ 10 ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 15 ദിവസം വിവരാവകാശ നിയമം, പോക്സോ ആക്ട്, നാഷണൽ എക്കണോമിയിൽ നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യം വരാറുണ്ട്. അപ്പൊ ആ ദേശീയ വരുമാനം എന്ന ഭാഗം, അതല്ല എങ്കിൽ സയൻസിലെ ഇപ്പൊ വൈറ്റമിൻസ് ആവാം, അല്ലെങ്കിൽ രോഗങ്ങളാവാം, അതല്ലെങ്കിൽ ഫിസിക്സിൽ നിന്ന് ലൈറ്റ് ആവാം, ലൈറ്റിന്റെ പ്രത്യേക പ്രോപ്പർട്ടികളൊക്കെ പഠിക്കാനില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിലെ പര്യായം, വിപരീതം, അങ്ങനെയുള്ള ഭാഗം. ഇതെല്ലാമാണ് ആദ്യത്തെ 10 ദിവസത്തേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ 15 ദിവസത്തേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുക. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് മുന്നേ കഴിയുന്ന രീതിയിലായിരിക്കും ഈ 50 ദിവസത്തെ ക്ലാസ് ഉണ്ടാവുക. തികച്ചും സൗജന്യമാണ്. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു പുതിയ ടെലിഗ്രാം ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. പ്ലസ് പോയിന്റ് PSC എന്ന പേരിൽ ഒരു പുതിയ ചാനൽ ആരംഭിച്ചിട്ടുണ്ട് ടെലിഗ്രാമിൽ. അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിടാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്മൾ പിൻ ചെയ്ത് വെക്കാം. ജോയിൻ ചെയ്യുക. PSCയുടെ ഏത് എക്സാം എഴുതുന്നവരോ അറിയാലോ. ഇപ്പൊ ബെവ്കോ LD ആയാലും അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റോ LDCയുടെ ഒക്കെ പ്രധാന ഗുണം എന്താണ്? ഒരു പ്രിലിംസ് ഇല്ലാതെ തന്നെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് ഉണ്ട് 50 ദിവസത്തെ. അല്ല, നിങ്ങൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് നോക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമുക്ക് അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി പതിവ് പോലെ നമ്മുടെ സഹകരണ മേഖലയിൽ CSEB എക്സാമുകൾക്ക് വേണ്ട ക്ലാസ്സുകൾ പതിവ് പോലെ തന്നെ നമ്മൾ ലൈവ് ആയാലും റെക്കോർഡഡ് ക്ലാസ് ആയാലും നിങ്ങൾക്ക് ഒരു മുടക്കവും കൂടാതെ നമ്മൾ കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് നോക്കാം. കേരള ബജറ്റ് 2026-27. ഉറപ്പിച്ചോളൂ, ധാരാളം പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
വരുന്ന ഏതൊരു എക്സാം, ഞാൻ ഈ പറഞ്ഞ ഏതൊരു എക്സാമിന്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന കേരളത്തിലെ ഏതൊരു മത്സര പരീക്ഷയ്ക്കും, അല്ലെങ്കിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന ഏതൊരു ഇന്റർവ്യൂവിനും വരാവുന്ന ഒരു ചോദ്യം ഈ ക്ലാസ്സിൽ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. നോക്കാം. അവതരിപ്പിച്ചത് ധനകാര്യ വകുപ്പ് മന്ത്രി VD സതീശൻ. നമുക്കറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രി പൂർണ്ണമായും ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തത് ഏത് സമയത്താണ്? ഈ സമയത്താണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ, കേരളത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയാവുന്ന 13ാമത് വ്യക്തിയാണ് VD സതീശൻ. VD സതീശൻ ധനകാര്യ വകുപ്പ്, ധനകാര്യം മാത്രമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്? അല്ല, തുറമുഖം അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്, നിയമവകുപ്പ് അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്, പൊതുഭരണം ജനറൽ അഡ്മിനിസ്ട്രേഷൻ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. ധാരാളം വകുപ്പുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിലും നമ്മളോട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള 4 വകുപ്പുകൾ ഓർത്തു വെക്കുക. കേരളത്തിന്റെ ധനകാര്യമന്ത്രി, നിയമമന്ത്രി, പൊതുഭരണം, അതേപോലെ തന്നെ തുറമുഖം ആരുടെ കയ്യിലാണ്? മുഖ്യമന്ത്രിയായ VD സതീശൻ എന്ന് ഓർത്തു വെക്കുക. അപ്പൊ അദ്ദേഹമാണ് കേരളത്തിന്റെ 2026-27 ബജറ്റ് അവതരിപ്പിച്ചത് എന്ന് ഓർക്കുക. 2026 ജൂൺ 19 അല്ലെ? പഠിക്കുന്ന കുട്ടികൾക്ക് ജൂൺ 19 എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഒരു കാര്യം ഓർമ്മ വന്നിട്ടുണ്ടാവും. എന്താണ്? യെസ്, കേരളത്തിൽ വായനാ ദിനമായിരുന്നു ജൂൺ 19. സാധാരണ എല്ലാവരുടെയും ജന്മദിനങ്ങൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുക. എത്രയോ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും അല്ലെ? ഒരു വായനാ ദിനത്തിലാണ് വായനയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന, ധാരാളം വായിക്കുന്ന നമ്മുടെ ധനകാര്യമന്ത്രിയായ VD സതീശൻ എന്ത് ചെയ്തത്? ബജറ്റ് അവതരിപ്പിച്ചത്. പുതുയുഗ കേരളം എന്നതാണ് ലക്ഷ്യം. ഓക്കെ, പുതുയുഗ കേരളം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്തത്? ബജറ്റ് അവതരിപ്പിച്ചത് എന്ന് ഓർത്തു വയ്ക്കുക. ഡ്രൈവിംഗ് ഗ്രോത്ത്, റീഫോം ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, ഡ്രൈവിംഗ് ഗ്രോത്ത്, റീഫോം ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളത് പ്രഥമ ബജറ്റിന്റെ പ്രമേയം എന്താണ്? എന്തായിരുന്നു തീം? സദ്ഭരണം, സഹാനുഭൂതി. എന്താണ് തീം? സദ്ഭരണം, സഹാനുഭൂതി. അപ്പൊ പുതുയുഗ കേരളം എന്ന ലക്ഷ്യം, അതിന്റെ തീം, പ്രമേയം എന്തായിരുന്നു? സദ്ഭരണം, സഹാനുഭൂതി എന്ന പ്രമേയമായിരുന്നു കേരള ബജറ്റിന്റെ എന്ന് ഓർത്തു വെക്കുക. വായനാ ദിനത്തിൽ അവതരിപ്പിച്ച ബജറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ്. നമുക്കറിയാം ഇപ്പൊ KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉണ്ടല്ലേ? പ്രിയദർശിനി ബസ് സർവീസ്. ഓക്കെ, അപ്പൊ പ്രിയദർശിനി ബസ് സർവീസിലൂടെ എന്താ പറയുക, സ്ത്രീകൾക്ക് അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് KSRTCയിൽ സൗജന്യ യാത്ര ഉറപ്പു നൽകുന്നു. അടുത്തത് ജെൻസി കായിക സ്റ്റാർട്ടപ്പ് പദ്ധതിക്ക് വേണ്ടി 50 കോടി രൂപ മാറ്റിവെച്ചു. ഈ പ്രിയദർശിനി പദ്ധതിക്ക് വേണ്ടിയിട്ട് 600 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. ജെൻസി കായിക സ്റ്റാർട്ടപ്പ് പദ്ധതിക്ക് വേണ്ടി 50 കോടി രൂപ മാറ്റിവെച്ചു. ഈ തുക, വകയിരുത്തിയ തുക അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ പദ്ധതിയുടെ പേരാണ് കൂടുതലും ചോദിക്കുക. റാഗിംഗ് തടയാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് വെൽഫെയർ ആക്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. നമുക്കറിയാം പൂക്കോട് കോളേജിൽ റാഗിങ്ങിനെ തുടർന്ന് മരണപ്പെട്ട കുട്ടിയാണല്ലേ? അപ്പോ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് വെൽഫെയർ ആക്ട് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചു. വയനാട് ട്രൈബൽ ആക്ട് സർവകലാശാല ആരംഭിക്കും. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കുമെന്ന് പറഞ്ഞു. ഇനി ഓരോ ജില്ലകളിലും ജോൺസൺ മാഷിന്റെ പേരിൽ തൃശ്ശൂരിൽ ഒരു മ്യൂസിക് അക്കാദമി, ഓക്കെ, ജോൺസൺ മാഷിന്റെ പേരിൽ എവിടെയാണ് മ്യൂസിക് അക്കാദമി വരുന്നത്? തൃശ്ശൂരിലാണെന്ന് ഓർക്കുക. എറണാകുളത്ത് സലീം കുമാർ സ്മാരകം. ഓക്കെ, ഈ ഇടയ്ക്കാണ് അന്തരിച്ച ദേശീയ അവാർഡ് ലഭിച്ച നടനായിരുന്നു സലീം കുമാർ. അതിനുവേണ്ടി 1 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. എറണാകുളത്താണ് അത് വരുന്നത്. കോഴിക്കോട് MT വാസുദേവൻ നായർ കൾച്ചറൽ പാർക്ക്. ഓക്കെ, MT വാസുദേവൻ നായരുടെ പേരിൽ കൾച്ചറൽ പാർക്ക് വരുന്നു കോഴിക്കോട് എന്ന് ഓർത്തു വെക്കുക. കൊച്ചിയിലെ JC ഡാനിയൽ ഫിലിം സിറ്റി. നമുക്കറിയാം മലയാള സിനിമയുടെ പിതാവാണ് JC ഡാനിയൽ. JC ഡാനിയൽ ഫിലിം സിറ്റി എവിടെയാണ് വരുന്നത്? കൊച്ചി. ഇപ്പൊ നമുക്ക് ഒരെണ്ണം കേൾക്കുമ്പോൾ ഓക്കെ ഇതെനിക്ക് അറിയാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജോൺസൺ മാഷിന്റെ പേരിൽ മ്യൂസിക് അക്കാദമി വരുന്നത് തൃശ്ശൂരാണ്. സലീം കുമാറിന്റെ സ്മാരകം വരുന്നത് എറണാകുളത്താണ്. MT വാസുദേവൻ നായർ കൾച്ചറൽ പാർക്ക് വരുന്നത് കോഴിക്കോടാണ്. അതേപോലെ തന്നെ JC ഡാനിയൽ ഫിലിം സിറ്റി വരുന്നത് കൊച്ചിയിലാണ്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഡൽഹിയിൽ പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും. നമുക്കറിയാം കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ ഡൽഹിയിൽ ഒരു പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും സ്ഥാപിക്കും. മിഷൻ എന്തൊക്കെയാണ്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വൺ കേരള കരുതൽ മിഷൻ, കാരുണ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കായി നൽകുന്ന പദ്ധതിയാണ് വൺ കേരള കരുതൽ മിഷൻ എന്നുള്ളത്. അടുത്തത് മിഷൻ സമുദ്ര. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തെ തുറമുഖ നഗരമാക്കുന്നതിനുള്ള പദ്ധതി. നമുക്കറിയാം, ഞാൻ പറഞ്ഞു തുറമുഖ മന്ത്രി കൂടിയാണ് ധനകാര്യമന്ത്രിയായ ശ്രീ VD സതീശൻ. അപ്പൊ കേരളത്തെ ഒരു പോർട്ട് സിറ്റി ആക്കുന്നതിന് വേണ്ടി, തുറമുഖ നഗരമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് മിഷൻ സമുദ്ര. അടുത്തത് നോക്കൂ,
ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നു. നമുക്കറിയാം കേരളമാണ് ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിച്ച ആദ്യത്. സിനിമയെ വ്യവസായമായി പ്രഖ്യാപിച്ചു. ടൂറിസത്തെ നേരത്തെ തന്നെ നമ്മൾ വ്യവസായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ബജറ്റിൽ സിനിമയെ ഒരു വ്യവസായമായിട്ട് എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു എന്ന് ഓർത്തു വെക്കുക. അപ്പോ ടൂറിസവും സിനിമയും ഒക്കെ എന്തായി മാറി? വ്യവസായമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതിലാണ്? പുതിയ ബജറ്റിലാണെന്ന് ഓർത്തു വെക്കുക. തൃത്താലയിൽ KR നാരായണൻ സിവിൽ സർവീസ് അക്കാദമി സ്ഥാപിക്കുന്നു. ഓക്കെ, തൃത്താലയിൽ എന്ത് വരുന്നു? KR നാരായണൻ സിവിൽ സർവീസ് അക്കാദമി വരുന്നത് തൃത്താലയിലാണെന്ന് ഓർത്തു വെക്കുക. പരിസ്ഥിതി മേഖലയ്ക്ക് 22 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. അടുത്തത് നമ്മൾ എല്ലാവരും ഇപ്പൊ എല്ലാ വാർത്തകളിലും കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ഭാവി തലമുറയെ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. അല്ലെ, കേരളത്തിന്റെ പുതിയ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്തായാലും വരുന്ന എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഓപ്പറേഷൻ തൂഫാൻ നോക്കൂ, ലഹരി മരുന്നുകൾക്കെതിരെ ലഹരി വിരുദ്ധ പോരാട്ടമാണ്. 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. അപ്പൊ നോക്കൂ, പ്രിയദർശിനി ബസ് സർവീസ് എന്താണ്? സൗജന്യ യാത്ര കേരളത്തിലെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക്. മിഷൻ സമുദ്ര എന്താണ്? കേരളത്തെ പോർട്ട് സിറ്റി ആക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് മിഷൻ സമുദ്ര. അടുത്തത് വയോജന ബജറ്റ് ആദ്യമായി അവതരിപ്പിക്കുന്നു. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു വയോജന മന്ത്രിസഭ അല്ലെങ്കിൽ വയോജന വകുപ്പ് രൂപീകരിക്കുന്നത്, വയോജന വകുപ്പാണ്, വയോജന വകുപ്പ് രൂപീകരിക്കുന്നത് കേരളത്തിലാണ്. അപ്പൊ വയോജന ബജറ്റ് എന്ന് അവതരിപ്പിച്ചതും കേരളത്തിലാണ്. വയോജന കമ്മീഷൻ ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ്. CSEB നടത്തിയ എക്സാമിന് ചോദിച്ച ചോദ്യം ഓർമ്മയുണ്ടോ? വയോജന കമ്മീഷന്റെ ചെയർമാനാണ് K. സോമപ്രസാദ്. ഓക്കെ, വയോജന കമ്മീഷന്റെ ചെയർമാനാണ് K. സോമപ്രസാദ്. വയോജന കമ്മീഷൻ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം കേരളമാണെങ്കിൽ വയോജന ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനവും കേരളമാണ്. വയോജന വകുപ്പ് നിലവിൽ വരുന്നത് കേരളത്തിലാണെന്ന് ഓർത്തു വയ്ക്കുക. K. സോമപ്രസാദ്. അംഗൻവാടി ഹെൽപ്പർമാരുടെ ശമ്പളം 1000 രൂപ കൂട്ടുന്നു. ആശാ വർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ ഉയർത്തി. പാചക തൊഴിലാളികളുടെ സ്കൂളുകളിലെ പാചക തൊഴിലാളികളുടെ ശമ്പളം 1000 രൂപ വർദ്ധിപ്പിച്ചു. പ്രീ പ്രൈമറി ടീച്ചേഴ്സിനും ആയമാർക്കും 1000 രൂപ വർധനവ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇത് ഓർത്തു വെക്കണം, കാരണം മന്ത്രിസഭ ആദ്യം എടുത്ത തീരുമാനങ്ങളിൽ ഒന്നാണ് ആശാ വർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ ഉയർത്തിയത്. അംഗൻവാടി ഹെൽപ്പേഴ്സിന് 1000 രൂപ ഉയർത്തിയത്. പാചക തൊഴിലാളികളുടെ ശമ്പളം 1000 രൂപ ഉയർത്തിയത്. പ്രീ പ്രൈമറി ടീച്ചേഴ്സിനും ആയമാർക്കും 1000 രൂപ വെച്ച് വർധനവ്. സിവിൽ എക്കണോമി എന്ന് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബജറ്റില് സിവിൽ എക്കണോമി എന്ന ടേം ആരെ ഉദ്ദേശിച്ചിട്ടാണ്? ഓൾഡ് ഏജ് പേഴ്സൺസിനെ ഉദ്ദേശിച്ചിട്ടാണ്. ഓക്കെ, അടുത്ത് നോക്കൂ, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ചികിത്സാ പദ്ധതി പ്രഖ്യാപിക്കുന്നു. സ്ത്രീകൾക്ക് ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തില് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി മകൾക്കൊപ്പം പദ്ധതി. ഓക്കെ, സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി വരുന്ന പദ്ധതി ഏതാണ്? മകൾക്കൊപ്പം പദ്ധതി. വനിതാ കർഷകർക്കായി കൃഷി സഖി പദ്ധതി. നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, UN ഓരോ വർഷത്തെയും ഓരോ ഇന്റർനാഷണൽ ഇയർ ആയിട്ട് പ്രഖ്യാപിക്കാറുണ്ട് അല്ലെ. ഇപ്പോ 2025 സെക്കൻഡ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിരുന്നു. 2012 ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിരുന്നു. അങ്ങനെ അന്താരാഷ്ട്ര വനിതാ വർഷമുണ്ട്, ശിശു വർഷമുണ്ട്, ഓരോന്നിനും ഓരോ വർഷമില്ലേ. കയർ വർഷമുണ്ട്, നെല്ല് വർഷമുണ്ട്. 2026 വനിതാ കർഷക വർഷമായിട്ടാണ് ആചരിച്ചത്. അപ്പൊ വനിതാ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കൃഷി സഖി പദ്ധതി. അപ്പൊ ഓപ്പറേഷൻ തൂഫാൻ ലഹരിക്കെതിരെയാണ്. മിഷൻ സമുദ്ര കേരളത്തെ 5 വർഷത്തിനുള്ളിൽ പോർട്ട് സിറ്റി ആക്കുന്നതിനുള്ള പദ്ധതിയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യം തടയുന്ന പദ്ധതിയാണ് മകൾക്കൊപ്പം പദ്ധതി. ഇനി അതേപോലെ തന്നെ വനിതാ കർഷകർക്കായി കൃഷി സഖി പദ്ധതി. വനിതാ കർഷകർക്കായി കൃഷി സഖി പദ്ധതി. നിക്ഷേപകർക്കായി ഇൻവെസ്റ്റ്മെന്റ് കേരളം സെൽ എന്ന പേരിൽ ഒരു ഏകജാലക സംവിധാനം ആരംഭിക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് കേരളം സെൽ എന്ന പേരിൽ ഒരു ഏകജാലക സംവിധാനം ആർക്ക് വേണ്ടിയിട്ടാണ്? നിക്ഷേപകർക്കായി അവതരിപ്പിക്കുന്നു എന്ന് ഓർത്തു വെക്കുക. ഞാൻ പറഞ്ഞു 2026 UN അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായിട്ടാണ് ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷി സഖി പദ്ധതി. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, 2026-27 ബജറ്റ് പുതുയുഗ കേരളമാണ് ലക്ഷ്യം. സദ്ഭരണവും സഹാനുഭൂതിയുമാണ് അതിന്റെ പ്രമേയം. വയോജന ബജറ്റ് അല്ലെങ്കിൽ വയോജനങ്ങൾക്ക് വേണ്ടി സിവിൽ എക്കണോമി എന്ന ആശയം അല്ലെങ്കിൽ വയോജന കമ്മീഷൻ രൂപീകരിച്ച ആദ്യ സ്റ്റേറ്റ്, ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്?
വയോജന വകുപ്പ് രൂപീകരിച്ചത് കേരളമാണ്. ഓപ്പറേഷൻ തൂഫാൻ ഓർത്തു വെക്കുക, കൃഷി സഖി പദ്ധതി വനിതാ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അതേപോലെ തന്നെ മകൾക്കൊപ്പം, അതായത് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യം തടയുന്നതിന് വേണ്ടി മകൾക്കൊപ്പം പദ്ധതി, ഇതെല്ലാം കേരള ബജറ്റ് 2026-27 പ്രത്യേകതയാണ്. ആശാ വർക്കർമാരുടെ ഓണറേറിയം ഉയർത്തിയത് 3000 രൂപയും അതേപോലെ തന്നെ പാചക തൊഴിലാളികൾക്കൊക്കെ 1000 രൂപ, പ്രീ പ്രൈമറി ടീച്ചേഴ്സിന് 1000 രൂപ, അംഗൻവാടി വർക്കേഴ്സിന് 1000 രൂപയാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോ എന്ന് മുതൽ, ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും, എന്ന് മുതലാണ് നമ്മൾ ഈ ഫ്രീ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് എന്നുള്ളത്. ജൂലൈയിൽ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ഡേറ്റ് കൃത്യമാണ് ഞാൻ പറഞ്ഞല്ലോ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം സെപ്റ്റംബർ 19-നാണ്. അതിനു മുന്നേ, അതിന്റെ ഒരു 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ എങ്കിലും ഈ 50 ദിവസം ടൈം ടേബിൾ തീരാൻ പോലെ ആയിരിക്കും നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യം ഇനി 16ാമത് നിയമസഭ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. പറഞ്ഞത് എങ്കിലും പറയട്ടെ, രാവിലെ നമ്മൾ ആദ്യം വീഡിയോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. യൂട്യൂബിൽ തന്നെ ആയിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുക. പബ്ലിക് വീഡിയോസ് ആയിരിക്കും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ക്ലാസ്സുകൾ അവൈലബിൾ ആവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പബ്ലിക് വീഡിയോസ് ആയിട്ടുള്ള വീഡിയോസിന്റെ ലിങ്ക് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പൊ ഒന്നുപോലും മിസ്സാവാതിരിക്കാനാണ് നിങ്ങളോട് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞത്. എല്ലാ ദിവസവും ആ ടോപ്പിക്കിൽ നിന്നുള്ള എക്സാം വൈകുന്നേരം അപ്ലോഡ് ചെയ്യും. നമുക്ക് ഡൗട്ട് സ്വാഭാവികമായും പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു എക്സ്പേർട്ട് ടീം ചാനലിൽ ഉണ്ടാവും. ടെലിഗ്രാം ചാനൽ ത്രൂ തന്നെ ആയിരിക്കും ആദ്യ ദിവസങ്ങളിൽ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ടാവുക. ഇനി അതല്ല, നിങ്ങൾ കൂടുതൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയാണെങ്കിൽ ദേവിക പ്ലസ് പോയിന്റിന്റെ ആപ്പ് ഉണ്ട്. ആപ്പ് ത്രൂ നമുക്ക് ഫ്രീ ആയിട്ട് ലൈവ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിട്ട് നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ അതുവഴി നടത്താവുന്നതാണ്. നമുക്ക് നോക്കാം, എന്താണെങ്കിലും പഠിക്കുക. ഓക്കെ, കാരണം വരാനിരിക്കുന്ന ഒരു 2026 എന്നുള്ള വർഷത്തില് ധാരാളം എക്സാമുകളാണ് നടക്കാൻ പോകുന്നത്. പറഞ്ഞല്ലോ, പ്രിലിംസ് ഇല്ലാതെ നടക്കുന്ന LD എപ്പോഴും ഏറ്റവും കൂടുതൽ പേരും ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റ് ആയിരിക്കും LD-യില്. മാത്രമല്ല, ചില ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല സുഖമാണ് മക്കളെ. കാരണം ഞാൻ ആദ്യമായിട്ട് LD കയറുന്നത് ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ്. വളരെ ചുരുങ്ങിയ ദിവസമേ ജോലിക്ക് പോയുള്ളൂ. അത് കഴിഞ്ഞ് റിസൈൻ ചെയ്തു. എങ്കിൽ പോലും സുഖമാണ്. സുഖം എന്ന് മാത്രമല്ല, നമുക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ നമ്മളെ മറ്റുള്ളവര് ഓക്കെ, അതുവരെ നമ്മൾ ജോലി ഇല്ലാതിരുന്ന നമ്മളിൽ നിന്ന് ജോലിയുള്ള നമ്മളിലേക്കുള്ളൊരു മാറ്റം ഉണ്ടല്ലോ, അതൊരു സുഖമാണ്. അനുഭവിച്ച് തന്നെ അറിയണം. നിങ്ങളെല്ലാവരും ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും, ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം കൂടുതൽ പേരുടെ ക്ലാസ് ഫോളോ ചെയ്യുന്നത്. ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിലും എല്ലാവർക്കും ഗുണമാകുന്ന കേരളത്തിന്റെ 16ാമത് നിയമസഭ അല്ലെ. നമുക്കറിയാം 2026 ഏപ്രിൽ 9 ഇലക്ഷൻ നടക്കുകയും മെയ് 4 റിസൾട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത 16ാമത് നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. പഠിച്ചു വെച്ചോളൂ, 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിരിക്കും. അത് ഞാൻ ഗ്യാരണ്ടി, ഉറപ്പ്. നോക്കൂ, തിരഞ്ഞെടുപ്പ് നടന്നത് 2026 ഏപ്രിൽ 9. ആകെ പോളിംഗ് ശതമാനം 79.63% പോളിംഗ്. ആകെ പോളിംഗ് എത്രയാണ്? 79.63%. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ല കോഴിക്കോടും ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ കേരളത്തിലെ ജില്ല പത്തനംതിട്ടയുമാണ്. നമുക്കറിയാലേ, പത്തനംതിട്ട ഓൾറെഡി നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് രേഖപ്പെടുത്തിയ കൂടുതൽ പേരും വിദേശത്തുള്ള സ്ഥലമാണ് പത്തനംതിട്ട. അതുകൊണ്ടുകൂടി ആയിരിക്കാം പത്തനംതിട്ടയിൽ പോളിംഗ് കുറവായിരുന്നു. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ല പത്തനംതിട്ടയും ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ല കോഴിക്കോടുമാണെന്ന് ഓർത്തു വെക്കുക. ഫലം പ്രഖ്യാപിച്ചത് 2026 മെയ് 4. അപ്പോൾ 2026 ഏപ്രിൽ 9 ഇലക്ഷൻ നടക്കുകയും 2026 മെയ് 4 ഫലപ്രഖ്യാപനം വരികയും ചെയ്യുന്നു. ഏറ്റവും കൂടിയ ഭൂരിപക്ഷം നേടിയത് PK കുഞ്ഞാലിക്കുട്ടി. വേങ്ങര മണ്ഡലത്തിൽ നിന്നും 85,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിക്കുന്നത്. 85,327. കറക്റ്റ് ഭൂരിപക്ഷം ഒന്നും ചോദിക്കാറില്ല, എങ്കിലും ഓർത്തു വെച്ചോളൂ. കാരണം കോമ്പറ്റീഷൻ കൂടുമ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചോദ്യമായിട്ട് വരാം. അപ്പൊ കേരളത്തിന്റെ നിയമസഭ 2026-ലെ 16ാമത് നിയമസഭയിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ MLA ആയത് PK കുഞ്ഞാലിക്കുട്ടി, മലപ്പുറം വേങ്ങര മണ്ഡലത്തിൽ നിന്നും എന്ന് ഓർക്കുക. ഭൂരിപക്ഷം കുറവ് C രവീന്ദ്രനാഥിനാണ് കേട്ടോ. ഭൂരിപക്ഷം കുറവാർക്കാണ്? C രവീന്ദ്രനാഥിനാണ്. മണലൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വിജയിക്കുന്നത്. 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത് എന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തത് 16. ഇപ്പൊ നമുക്കറിയാലോ 140 MLA-മാരാണല്ലേ ഉള്ളത്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രായം കൂടിയ MLA ആണ് ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ എന്ന് ഓർത്തു വെക്കുക. പ്രായം കൂടിയ MLA പിണറായി വിജയനും പ്രായം കുറഞ്ഞ MLA ആലപ്പുഴയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട AD തോമസും. ഓക്കെ, പ്രായം കൂടിയ MLA പിണറായി വിജയൻ, പ്രായം കുറഞ്ഞ MLA ആലപ്പുഴയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട AD തോമസ് ആണെന്ന് ഓർത്തു വെക്കുക.
വനിതാ MLA-മാരുടെ എണ്ണം 11. ഓക്കെ, വനിതാ MLA-മാരുടെ എണ്ണം എത്രയാണ്? 11 ഓർക്കുക. എപ്പോഴും ചോദ്യം എന്താണ്? നമ്മുടെ സ്പീക്കർ ആരാണ്? ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? പ്രോട്ടം സ്പീക്കർ ആരാണ്? 16ാമത് നിയമസഭാ സ്പീക്കർ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആരാണ് നിയമസഭാ സ്പീക്കർ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഷാനിമോൾ ഉസ്മാൻ എന്ന് ഓർത്തു വെക്കുക. പ്രോട്ടം സ്പീക്കർ ആയത് മുതിർന്ന അംഗം G. സുധാകരനാണ്. ഓക്കെ, അപ്പൊ പ്രോട്ടം സ്പീക്കർ G. സുധാകരനാണെന്ന് ഓർത്തു വെക്കുക. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെന്ന് ഓർത്തു വെക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ആണെന്ന് ഓർത്തു വെക്കുക. പ്രതിപക്ഷ നേതാവായത് പിണറായി വിജയനും ചീഫ് വിപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടത് അബു ജോൺ ജോസഫ് ആണ്. ഓക്കെ, കേരളത്തിന്റെ നിലവിലെ 16ാമത് നിയമസഭയിലെ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ആണെന്ന് ഓർത്തു വെക്കുക. നമുക്കറിയാം, നമ്മൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയെ കുറിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതി, കന്റോൺമെന്റ് ഹൗസ്, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ്, ഇതെല്ലാം നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോ ഇതില് നമ്മൾ ഇനി അടുത്തത് അറിയാൻ പോകുന്നത് നമ്മുടെ മന്ത്രിസഭയെ കുറിച്ചാണ്. അപ്പൊ നോക്കൂ, 140 MLA-മാരിൽ 11 വനിതാ അംഗങ്ങളാണുള്ളത്. പ്രായം കൂടിയത് പിണറായി വിജയൻ, പ്രായം കുറഞ്ഞത് A.D. തോമസ്, ഭൂരിപക്ഷം കൂടിയത് P.K. കുഞ്ഞാലിക്കുട്ടി, ഭൂരിപക്ഷം കുറഞ്ഞത് C. രവീന്ദ്രനാഥ്. 16ാമത് നിയമസഭ ഉറപ്പായിട്ടും ചോദ്യം വരും. ഓക്കെ, ശ്രദ്ധിക്കൂ. മന്ത്രിമാരും വകുപ്പുകളും. കേരളത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയാണ് വന്നിട്ടുള്ളത്. ഏതേലുമൊക്കെ മന്ത്രിമാരെ എന്തായാലും ചോദിക്കും. ഈ മന്ത്രിമാരൊക്കെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം മറ്റു വകുപ്പുകളും കൂടി കൈകാര്യം ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുക. അതായത് ഇപ്പൊ ആരോഗ്യമന്ത്രി K. മുരളീധരനാണെന്ന് നിങ്ങൾക്കറിയാം. ദേവസ്വം മന്ത്രിയും K. മുരളീധരനാണ്. ഓക്കെ, മൃഗസംരക്ഷണ വകുപ്പ് ബിന്ദു കൃഷ്ണയാണ്. തൊഴിൽ വകുപ്പും ബിന്ദു കൃഷ്ണയാണ്. അല്ലെങ്കിൽ ഡയറി ഡെവലപ്മെന്റ് ബിന്ദു കൃഷ്ണയാണ്. നോക്കൂ, ആഭ്യന്തരവും വിജിലൻസും രമേശ് ചെന്നിത്തലയാണ്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് നമ്മളത് പലവട്ടം കേട്ടിട്ടുണ്ടാവും. കൊയർ വകുപ്പ് രമേശ് ചെന്നിത്തലയാണ്. M. ലിജു സഹകരണ മന്ത്രിയാണ്. എക്സൈസ് മന്ത്രിയും M. ലിജു ആണ്. ഓക്കെ, അതേപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് N. ഷംസുദ്ദീനാണ്. ന്യൂനപക്ഷ ക്ഷേമവും വഖഫും N. ഷംസുദ്ദീനാണ്. വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയാണ്. IT-യും അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അപ്പൊ ഓർത്തു വെക്കുക, കേരളത്തിന്റെ 21 അംഗ മന്ത്രിസഭയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. V.D. സതീശൻ മുഖ്യമന്ത്രി, ധനകാര്യം, പൊതുഭരണം, നിയമം, തുറമുഖം. ഞാൻ പറഞ്ഞു, കേരളത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയാവുന്ന 13ാമത്തെ വ്യക്തിയുമാണ് ശ്രീ V.D. സതീശൻ എന്ന് ഓർത്തു വെക്കുക. രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ്, കയർ. P.K. കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT. ഓക്കെ, സണ്ണി ജോസഫ് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം. വൈദ്യുതി വകുപ്പൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. സണ്ണി ജോസഫ് പരിസ്ഥിതി, പാർലമെന്റ്. K. മുരളീധരൻ ആരോഗ്യവും ദേവസ്വവും. P.C. വിഷ്ണുനാഥ് ടൂറിസവും സാംസ്കാരികവും. ഓക്കെ, ടൂറിസം, സാംസ്കാരികം, സിനിമയൊക്കെ ആരുടേതാണ്? P.C. വിഷ്ണുനാഥ്. C.P. ജോൺ ഗതാഗത വകുപ്പ്. ഓക്കെ, C.P. ജോൺ ആണ് ഗതാഗത മന്ത്രി എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഗതാഗതം എന്ന് പറയുമ്പോൾ പ്രിയദർശിനി നിങ്ങൾക്ക് ഓർമ്മ വരണം കേട്ടോ. M. ലിജു സഹകരണവും എക്സൈസുമാണ്. ഷിബു ബേബി ജോൺ വനവും സ്കിൽ ഡെവലപ്മെന്റ്, നൈപുണ്യ വികസനം. അപ്പൊ സ്കിൽ ഡെവലപ്മെന്റും വനം വകുപ്പും ഷിബു ബേബി ജോൺ. മോൻസ് ജോസഫ് ജലവിഭവ വകുപ്പ്, ഭവന നിർമ്മാണം മോൻസ് ജോസഫ്. ഓർത്തു വെക്കണ എല്ലാവരുടെയും വകുപ്പുകൾ. അനൂപ് ജേക്കബാണ് ഭക്ഷ്യം, സിവിൽ സപ്ലൈസ്. K.M. ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പ്, K.M. ഷാജി ആണെന്ന് ഓർത്തു വെക്കുക. റവന്യൂ വകുപ്പ് എപ്പോഴും ചോദിക്കുന്ന ഒരു മന്ത്രിസഭാ വകുപ്പാണ്. A.P. അനിൽകുമാറിനാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസനം K.A. തുളസി ടീച്ചറാണ്. തുളസി ടീച്ചറിന്റെ സമീപ മണ്ഡലത്തിലെ MLA കൂടിയാണ്. അപ്പൊ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസനം K.A. തുളസി ടീച്ചറാണെന്ന് ഓർത്തു വെക്കുക. അടുത്തത് നോക്കൂ, ബിന്ദു കൃഷ്ണ തൊഴിൽ, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം, ഡയറി ഡെവലപ്മെന്റ്. ആരാണ്? ബിന്ദു കൃഷ്ണ. N. ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസവും വഖഫും. ഓക്കെ, പൊതുവിദ്യാഭ്യാസം, ന്യൂനപക്ഷേമയുടെ N. ഷംസുദ്ദീൻ. റോജി M. ജോൺ ഉന്നത വിദ്യാഭ്യാസം, കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ. ഇത് ജനറൽ എഡ്യൂക്കേഷൻ, ഇത് കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ. ആരാണ്? റോജി M. ജോൺ. പൊതുമരാമത്ത് P.K. ബഷീർ. പൊതുമരാമത്ത് ആരാണ്? P.K. ബഷീർ ആണെന്ന് ഓർത്തു വെക്കുക. ഫിഷറീസും സാമൂഹ്യ നീതിയും V.E. അബ്ദുൽ ഗഫൂറിനാണ്. T. സിദ്ദിഖ് കൃഷി വകുപ്പ്, കൽപ്പറ്റ MLA ആയിട്ടുള്ള T. സിദ്ദിഖ് കൃഷി വകുപ്പാണ്. 21ാമതായിട്ട് സ്പോർട്സും യൂത്ത് അഫയേഴ്സും O.J. ജനീഷ്. ഓക്കെ, സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് O.J. ജനീഷ്. ഏത് മന്ത്രിമാരെ ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ മുന്നെയൊക്കെ നമ്മളോട് സ്ഥിരമായിട്ട് ധനകാര്യം, ആഭ്യന്തരം, വിജിലൻസ്, ഇങ്ങനെ ആരോഗ്യം, റവന്യൂ ഇതൊക്കെ ചോദിക്കുന്നെങ്കിൽ ഇപ്പൊ എല്ലാ എക്സാമുകൾക്കും മാറി മാറി ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോ ഏത് എക്സാം, സഹകരണ ബാങ്കിന്റെ എഴുതിക്കോളൂ, നിങ്ങൾ കേരള PSC എഴുതിക്കോളൂ, എല്ലാത്തിലും ഇവിടുന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും വരും. അപ്പൊ ഈ ക്ലാസ്സിൽ പഠിച്ച ഇതേപോലെ നമുക്ക് കേരള PSC-യുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ 50 ടോപ്പിക്. നമുക്കിപ്പോ എല്ലാ ടോപ്പിക്കും കൂടെ എടുത്തു തരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കാണ് വേണ്ടത്.
ഇപ്പൊ നിങ്ങൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനോ അല്ലെങ്കിൽ ബെവ്കോ LDCക്കോ 10th ലെവൽ പ്രിലിംസിനോ, അതെല്ലാം നിങ്ങൾ കോപ്പറേറ്റീവ് ബാങ്കിന്റെ എക്സാമിനോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനിലെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാമിനോ ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിന്റെ നിങ്ങൾക്ക് കുറച്ച് ടഫാണ് ആ ടോപ്പിക്, നിങ്ങൾക്ക് അതിന്റെ വീഡിയോ വേണമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ആ ടോപ്പിക്ക് നമ്മുടെ 50 ദിവസത്തെ ടോപ്പിക്കിൽ നമ്മൾ ആ ക്ലാസ്സുകൾ ഉൾപ്പെടുത്താനായിട്ട് പരമാവധി ശ്രമിക്കാം. ഓക്കെ, മാത്രമല്ല ഇപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേർഡ്, എക്സൽ എല്ലാത്തിന്റെയും നമ്മൾ ധാരാളം ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയിലും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. റീൽസ് ആയിട്ടെല്ലാം ധാരാളം റാങ്ക് മേക്കിംഗ്, സബ്ജക്ട് വേർഡ് പ്രോസസ്സിംഗിന്റെ ഭാഗത്ത് നിന്നുള്ള വീഡിയോ ക്ലാസ്സുകൾ, നോട്ട്സുകളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേക ടെലിഗ്രാം ചാനൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നോ അതിൽ ഫോക്കസ് ചെയ്യുക. ഉറപ്പായിട്ടും 2026 കഴിയുമ്പോൾ നമ്മൾ അതിൽ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥാനത്ത് എത്തണം. എല്ലാവർക്കും അതിന് കഴിയട്ടെ. താങ്ക് യു.